യെസ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുക. പെരിമീറ്റർ 28. ഇത് നേരെ നോക്കിക്കോട്ടോ. പെരിമീറ്റർ എത്രയാണോ വരുന്നത് അത് ഞാൻ ഇവിടെ എഴുതി വെച്ചു. ഇത് മനസ്സിലായോ ഇല്ലേ? ഇനി ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു. എൽ പ്ലസ് ബി എങ്ങനെ കാണുക? എൽ പ്ലസ് ബി പെരിമീറ്ററിന്റെ നേരെ ഹാഫ് ആയിരിക്കും എൽ പ്ലസ് ബി. ഇത് ക്ലിയർ ആണോ? അറിയാത്തവരെ എഴുതി വെക്കുക. എൽ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിന്റെ ഹാഫ് ആയിരിക്കും. ഇതിൽ ലെങ്ത് നമുക്ക് അറിയൂല. ലെങ്ത് നമുക്ക് അറിയാത്തോണ്ട് ലെങ്തിനെ എന്തെടുക്കുകയാണ്? എക്സ് എന്ന് കൊടുക്കുകയാണ്. ഇതുവരെ മനസ്സിലായോ? ലെങ്ത്തിന് നമ്മൾ എന്താ കൊടുത്തത്? ലെങ്ത്തിന് നമ്മൾ എന്താ കൊടുത്തത്? എക്സ്. ഇതാ ഈ ലെങ്ത് എന്ന് പറഞ്ഞ പൊസിഷനിൽ ഞാൻ എക്സ് കൊടുത്തു. ക്ലിയർ ആണോ? ബ്രെഡ്ത്ത് അതേപോലെ എഴുതി. ഞാൻ ബി എന്ന് തന്നെ എഴുതി. ഇതിന്ന് എങ്ങനെ ബി കാണും? ഇതിന്ന് എങ്ങനെ ബി കാണും? 40 മൈനസ് എക്സ്. ഈ രണ്ട് ലൈനാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ ഇത് മനസ്സിലാവാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നേരെ നോക്കിക്കോട്ടോ. ഇത് മനസ്സിലാവാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇങ്ങനെ പെരിമീറ്റർ എന്താണോ വരുന്നത്, പെരിമീറ്റർ എന്ന് ഇങ്ങനെ എഴുതി വെക്കുക. ലെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ എക്സ് എന്ന് എഴുതി വെക്കുക. ബ്രെഡ്ത്ത് എന്താന്ന് ചോദിച്ചാൽ ഇതിന്റെ ഹാഫ് മൈനസ് എക്സ് എന്ന് എഴുതി വെക്കുക. ക്ലിയർ ആണോ ഇല്ലേ? മനസ്സിലായോ ഇല്ലേ? എന്നാ വേറൊരു എക്സാമ്പിൾ. പെരിമീറ്റർ 50 ആണ്. ലെങ്ത് എന്തെടുക്കുക? എക്സ്. ബ്രെഡ്ത്ത് എന്തെടുക്കുക? 25 മൈനസ് എക്സ്. ക്ലിയർ ആണോ ഇല്ലേ? ഇതൊന്നൊരു ബോക്സിൽ സൈഡിൽ എഴുതി വെച്ചോളൂ. എന്നാ പെട്ടെന്ന് ഇത് മനസ്സിലാവും. ഇതാണ് ഇതിലാകെ പഠിക്കേണ്ടതുള്ളൂ. സിമ്പിൾ ആണ്. ലെങ്ത് എന്തെങ്ങനെ വന്നെന്ന് മനസ്സിലാകേണ്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞത്. മനസ്സിലായോ? എന്നാ ഞാനൊരു മെഷർമെന്റ് പറയാം. നിങ്ങളൊന്ന് പറഞ്ഞ ഒറ്റന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പെരിമീറ്റർ 100. വാട്ട് ഈസ് എൽ പ്ലസ് ബി? 15. വാട്ട് ഈസ് ലെങ്ത്? എക്സ്. വാട്ട് ഈസ് ബ്രെഡ്ത്ത്? 50 മൈനസ് എക്സ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. സോ ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവും. ഇനിയാണ് നേരെ മനസ്സിലാക്കേണ്ടത്. ഇതുവരെ ക്ലിയർ അല്ലേ? സോ ഞാൻ ഈ റെക്റ്റാങ്കിൾ ഇവിടെ വരച്ചു വെക്കുകയാണ്. ഇതാണ് റെക്റ്റാങ്കിൾ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിന്റെ ഈ സാധനത്തിനെ പറയുന്ന പേരാണ് എന്ത്? ഡയഗണൽ. അവിടെ കൊണ്ടുപോയിട്ട് ഡയഗണലിന്റെ അവിടെ 10 എന്ന് എഴുതി വെക്കുക. ഡയഗണൽ 10. ക്ലിയർ ആണോ അല്ലേ? ലെങ്ത് എന്നുള്ളടത്ത് എന്ത് എഴുതി വെക്കണം? ഒരു സ്ഥലത്ത് എക്സ് എന്ന് എഴുതി വെക്കുക. മറ്റേ സ്ഥലത്ത് എന്തെന്ന് എഴുതി വെക്കുക? 40 മൈനസ് എക്സ് എന്ന് എഴുതി വെക്കുക. ഇത് രണ്ടും കിട്ടിയത് എങ്ങനെയെന്ന് മനസ്സിലായോ ഇല്ലേ? ഇതെവിടുന്ന കിട്ടിയത്? നമ്മൾ കണ്ടുപിടിച്ചതാണ്. മനസ്സിലായോ ഇല്ലേ? എടാ ഇവിടെ എഴുതിയത് തന്നെ ലെങ്ത് എക്സ്, ബ്രെഡ്ത്ത് 40 മൈനസ് എക്സ്. സോ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ മാത്രം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതിനുള്ളിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഈ റൈറ്റ് ട്രയാങ്കിൾ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഈ റൈറ്റ് ട്രയാങ്കിളിലാണ് നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. എന്താണ് പൈതഗോറസ് തിയറം എന്ന് ഓർമ്മ ഉണ്ടോ? എന്താണ് മക്കളെ പൈതഗോറസ് തിയറം? ലെങ്ത്തിന്റെ സ്ക്വയറും ബ്രെഡ്ത്തിന്റെ സ്ക്വയറും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എന്തിന്റെ സ്ക്വയർ കിട്ടും? ഡയഗണലിന്റെ സ്ക്വയർ കിട്ടും. ഇതിനെ പറയുന്ന പേരാണ് എടാ ഇത് ഇവിടെ ആക്കിയതാണ്. ശരിക്കും നിങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്നല്ലേ പറഞ്ഞിരുന്നത്? ഇതാണ് ബേസ്. സോ ലെങ്ത് സ്ക്വയർ. മനസ്സിലായോ? ഇതാണ് ബേസ് എൽ സ്ക്വയർ. അല്ലെങ്കിൽ വേണ്ട, ഈ സ്റ്റെപ്പും ഞാൻ കട്ട് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ സ്റ്റെപ്പ് ഉണ്ടാക്കുകയാണ്. ഇതിന്റെ ബേസ് ഏതാ? ബേസ് സ്ക്വയർ ഏതാ? പൈതഗോറസ് തിയറം എല്ലാവർക്കും അറിയാം. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. ഇതിനാണ് പൈതഗോറസ് തിയറം. ബേസ് സ്ക്വയർ എന്നുള്ളത് എന്ത് എഴുതണം? എക്സ് സ്ക്വയർ. കത്തിയോ ഇല്ലേ? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നുള്ളത് എന്ത് എഴുതണം? എഴുതിക്കോളൂ. 40 മൈനസ് എക്സ് സ്ക്വയർ. ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്നുള്ളത് എന്ത് എഴുതണം? പറയടാ. 10 സ്ക്വയർ. ഞാൻ 100 എഴുതട്ടെ. 10 സ്ക്വയർ 100 എഴുതട്ടെ. ക്ലിയർ ആണോ അല്ലേ? ഈ ലൈന് മനസ്സിലായോ ഇല്ലേ?
ഒന്നും കൂടി പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തതാണ്. എന്താണ് പൈതഗോറസ് തിയറം ഒന്ന് പറഞ്ഞ? എന്താ പൈതഗോറസ് തിയറം? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. ക്ലിയർ ആണോ അല്ലേ? യെസ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സ് സ്ക്വയർ എന്നുള്ളടത്ത് എന്താ എഴുതാം? എക്സ് സ്ക്വയർ എന്നുള്ളടത്ത് എന്താ എഴുതുക? എക്സ് സ്ക്വയർ തന്നെ എഴുതുക. ഇനി നേരെ നോക്കിയിരുന്നോളൂ. ഇനി ഈ 40 മൈനസ് എക്സിന്റെ എക്സ്പാൻഷൻ ആണ് ചെയ്യുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു എന്താണ് 40 മൈനസ് എക്സിന്റെ എക്സ്പാൻഷൻ എന്താണ്? അത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. എന്താണ്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഓർമ്മ ഉണ്ടോ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ് ഒന്ന് പറഞ്ഞ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതേ ഫോർമാറ്റിലാണ് 40 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ കിടക്കുന്നത്. ഒന്ന് പറഞ്ഞ 40 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ എ നില്ലിന്റെ സ്ഥലത്ത് എന്താ കൊടുക്കേണ്ടത്? എ എന്താ ഇവിടെ? 14. ബി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്. എന്നൊന്ന് പറഞ്ഞ 14 സ്ക്വയർ. നേരെ ഒന്ന് നോക്കിയേക്ക്. 14 സ്ക്വയർ എത്രയാണ്? 14 സ്ക്വയർ എത്രയാണ്? 14 into 14 എത്രയാണ്? 196. എ സ്ക്വയർ. മനസ്സിലായോ? 2ab എന്നുള്ളത് എങ്ങനെ എഴുതുക? 2ab 2 into ഒന്ന് പറഞ്ഞ 2 into എ 14. 8ാം ക്ലാസ്സിൽ പഠിക്കണേ കേട്ടോ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ 2 into എ 14 ബി എക്സ് പ്ലസ് ബി സ്ക്വയർ എക്സ് സ്ക്വയർ. സോ 196. 2 into 14 28 എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. ഇതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടത്. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരികയാണ്. ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി പറഞ്ഞുതരികയാണ്. വേഗം മനസ്സിലാവാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ്. 14ന്റെ സ്ക്വയർ എന്താ? 196. ക്ലിയർ ആണോ? 2ab പകരം എന്താ എഴുതണം? 2 into 14. ഈ കൊമ്പത്ത് കിടക്കണ ഒരാളില്ലേ? ഈ കൊമ്പത്ത് കിടക്കണ ഇയാളെ കൊണ്ട് ഇതിന്റെ ഉള്ളിലുള്ള രണ്ടാളെയും മൾട്ടിപ്ലൈ ചെയ്യണം. 2 into 14 28 into x 28x പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 100. ഇനി ഒരേപോലത്തെ ആളുകളെ ഒരുമിച്ച് എഴുതുകയാണ് വേണ്ടത്. എക്സ് സ്ക്വയറും ആഡ് ചെയ്താൽ എത്രയാണ്? ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, 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 ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. ഈ രണ്ട് എക്സ് സ്ക്വയറും കൂടി കൂടിയിട്ട് എന്താവും? എക്സ് സ്ക്വയറും എന്താവും? 2x സ്ക്വയർ ആവും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ എക്സ് സ്ക്വയർ കഴിഞ്ഞാൽ പിന്നെ ഏതിന്റെ ടേം എഴുതേണ്ടത്? എക്സിന്റെ ടേം ആണ് എഴുതേണ്ടത്. 28 മൈനസ് എക്സ് മൈനസ് 28x. നിങ്ങളൊന്ന് പറഞ്ഞ ഈ 196ന്റെ ഫ്രണ്ട് ആരാ? 196ന്റെ ഫ്രണ്ട് ആരാ? 100. സ്വാഭാവികമായിട്ടും ഇയാള് മറ്റേ പോവും. ഡൗട്ട് ഇല്ലല്ലോ. ഈ 196ഉം ഇയാളുമാണ് ഫ്രണ്ട്. ഇയാള് മനസ്സിലായോ ഇല്ലേ? യെസ്. സോ ഇങ്ങനെയാണ് വരിക. നേരെ നോക്കിയിരുന്നോളൂ. 100 മൈനസ് 196 എന്താ വരിക? എത്ര? -4 അല്ലേ? -90 -90 പറടാ. -96. ഇത് മനസ്സിലായില്ല? 100 എന്ന് പറഞ്ഞ യെസ്. ഇത് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലേ? എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. ഇവിടെ 1 ആയാൽ മാത്രമേ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇതിനെല്ലാത്തിനും ഏതോട്ട് ഡിവൈഡ് ചെയ്യണം? ഡിവൈഡഡ് ബൈ 2. കഴിഞ്ഞ ക്ലാസ്സിലും എന്തൊരു ക്വസ്റ്റ്യൻ ചെയ്തതായിട്ട് ഓർമ്മ ഉണ്ട്. ഏതോട്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒന്ന് പറഞ്ഞ 2x സ്ക്വയറിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എന്താ? എക്സ് സ്ക്വയർ. മൈനസ് 28നെ ഡിവൈഡ് ചെയ്താൽ എന്താണ്? 14x. 96നെ ഡിവൈഡ് ചെയ്താൽ എന്താണ്? -48. ഇനി സ്ക്വയർ കംപ്ലീഷൻ വേഗം ചെയ്താൽ മതി. മായിക്കട്ടെ. റെഡി അല്ലേ? ഒന്ന് പറഞ്ഞ ആൻസർ പറഞ്ഞ. ഇപ്പൊ റെഡിയാണോ? യെസ്. ഒന്ന് പറഞ്ഞ എക്സ് സ്ക്വയർ പറടാ. ഒന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞ. എക്സ് സ്ക്വയർ മൈനസ് 14x ഇസ് ഈക്വൽ ടു -48. സ്ക്വയർ കംപ്ലീഷൻ ആണ്. രണ്ട് സൈഡിലും ഏത് ആഡ് ചെയ്യണം?
രണ്ട് സൈഡിലും ഏത് ആഡ് ചെയ്യണം? 7 സ്ക്വയർ ഈ സൈഡിൽ ആഡ് ചെയ്യണം. -48 ഇവിടെ എന്താ ആഡ് ചെയ്യണം? 49 ചെയ്യണം. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ? ഇവിടെ 7 സ്ക്വയർ, ഇവിടെ 49. ക്ലിയർ ആണോ? സ്ക്വയർ കംപ്ലീഷന്റെ ഏറ്റവും ബേസിക് സ്റ്റെപ്പാണ് ഇത്. ക്ലിയർ അല്ലേ? സോ ഇനി ഇത് എക്സ്പാൻഡ് ചെയ്ത ആൻസർ കിട്ടും. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്ക്. s-7 ഹോൾ സ്ക്വയർ. ആൻസർ എന്താ വരിക? 1. ഇതെങ്ങനെ 1 വന്ന്? വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുക. സോ ഇത് ചെയ്യുമ്പോ നമുക്ക് ആൻസർ കിട്ടും. സ്ക്വയർ പോകുമ്പോ മറ്റേ സ്ഥലത്ത് എന്ത് വരും? റൂട്ട് അല്ലെ? x-7 = 1. x = 1 + 7. എത്ര? -7 ഇങ്ങോട്ട് പോയ +1. x = 8. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ് കിട്ടി, പക്ഷെ നമ്മളോട് ചോദിച്ചത് എക്സ് ഒന്നല്ല, ലെങ്ത്തും ബ്രെഡ്ത്തും എന്താന്ന ക്വസ്റ്റ്യൻ. ലെങ്ത് എന്താ? എക്സ്. സോ 8. ബ്രെഡ്ത്ത് എന്താ എടുത്ത് നോക്ക്, ബാക്ക് മറിച്ചോക്ക്. 40 - x. സോ ഒന്ന് പറഞ്ഞ 40 - 8. ആൻസർ എത്ര? 40 - 8 എത്ര? 6. ഇത് വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ തന്നെ ഇന്ന് പഠിച്ചോളൂ കേട്ടോ. വേഗം പഠിച്ചോളൂ.